ഇന്ന് നമ്മൾ നോക്കുന്നത് ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങും മെഷീൻ ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം. ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് എന്താണെന്ന് നമുക്കറിയാം, കാരണം നിങ്ങൾ ഒരുപാട് പ്രോഗ്രാം എഴുതിയിട്ടുണ്ടാവും. അതിലെല്ലാം നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു പ്രോഗ്രാം എഴുതും, ആ പ്രോഗ്രാം ഒരു മെഷീനിൽ റൺ ചെയ്യും. ആ സമയത്ത് നമ്മൾ ഇൻപുട്ട് കൊടുക്കും. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഇതൊരു പ്രോഗ്രാം ഒരു നമ്പർ റീഡ് ചെയ്യും, അതിനുശേഷം ആ നമ്പർ ചെക്ക് ചെയ്യും. മോർ ടു 0 ആണെങ്കിൽ അത് ഈവൺ എന്ന് പറയും, അല്ലെങ്കിൽ അത് ഓഡ് എന്ന് പറയും. അപ്പൊ ഈ സെറ്റ് ഓഫ് റൂൾസ് നമ്മളിങ്ങനെ എഴുതും. അപ്പം ഇതാണ് ഈ പ്രോഗ്രാമിൽ ഉണ്ടാവുന്നത്. അപ്പം അക്കോർഡിംഗ് ടു ദിസ് സെറ്റ് ഓഫ് റൂൾസ് ഇറ്റ് വിൽ ക്രിയേറ്റ് ആൻ ഔട്ട്പുട്ട്. ഇവിടെ ഒന്നുകിൽ അത് ഈവൺ അല്ലെങ്കിൽ ഓഡ്. ഇതാണ് നമ്മുടെ ട്രഡീഷണൽ പ്രോഗ്രാം. അപ്പോൾ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഇതുപോലുള്ളൊരു സെറ്റ് ഓഫ് റൂൾസ് ഫോം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരു കേസിലാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് മനുഷ്യനുള്ളത് നാച്ചുറൽ ഇന്റലിജൻസ് ആണ്. ഒരു മെഷീന് ഇന്റലിജൻസ് ഇല്ല. നമുക്ക് ആ മെഷീനിൽ ഇന്റലിജൻസ് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, അത് സാധ്യമായി കഴിഞ്ഞാൽ ആ മെഷീൻ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം, ഒരു ജനറൽ ഇന്റലിജൻസ് അല്ല, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു ആ രീതിയിൽ ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ മെഷീൻ ചിന്തിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, ഇനി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീനിൽ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയ, അതാണ് മെഷീൻ ലേണിംഗ്. ഇത് പലതരത്തിൽ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മെഷീന് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അത് നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയാണ് മെഷീൻ ലേണിംഗ്. ഓക്കെ, ഇനി നമ്മൾ മെഷീൻ ലേണിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പിക്ചർ എങ്ങനെ മാറുന്നു എന്ന് നോക്കാം. ഇവിടെ മെഷീൻ ലേണിംഗ് രണ്ട് ഫേസ് ആയിട്ടാണ് നടക്കുന്നത്. ഇവിടെ പ്രോഗ്രാം നമ്മളൊരു മെഷീനിൽ റൺ ചെയ്യും. ആ പ്രോഗ്രാമിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ഡാറ്റ പ്ലസ് ഔട്ട്പുട്ട്, അതായത് ഡാറ്റയും ഔട്ട്പുട്ടും കൂടെയാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ടും കൂടെയാണ് ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ഫീഡ് ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് ഡാറ്റയും ഈ ഓരോ കേസിലും വന്നിട്ടുള്ള ഔട്ട്പുട്ടും, ഇത് രണ്ടും കൂടെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ഫീഡ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം ഈ ഡാറ്റ സെറ്റ് അനലൈസ് ചെയ്യും. അതിൽ ഇൻപുട്ട് ഡാറ്റ ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. അത് അനലൈസ് ചെയ്തിട്ട് അത് ലേൺ ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു ഇനി എന്താണ് ഈ ഡാറ്റ പ്ലസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് ആൻസർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഗസ് ചെയ്യേണ്ടത്, ഒരു ആവറേജ് ടെമ്പറേച്ചർ 65 ഡിഗ്രി ആണെങ്കിൽ എത്ര ജ്യൂസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം? ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് ഗസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു സെറ്റ് ഓഫ് റൂൾസ് എഴുതുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മെഷീൻ നമ്മൾ ഇങ്ങനെ ലേൺ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്പെസിഫിക് പ്രോബ്ലം മാത്രമേ അതിന് ആൻസർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് ജനറൽ. അപ്പൊ മനുഷ്യനുള്ളത് ഒരു ജനറൽ ഇന്റലിജൻസ് ആണ്. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മളത് ആൻസർ ചെയ്യും. ഓക്കെ, നമുക്ക് അതിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ നമ്മൾ ഈ മെഷീനെ ട്രെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ ലേൺ ചെയ്യുന്നത് ഈ ഒരു ഡാറ്റ വെച്ചിട്ടാണ്. അതായത് ആവറേജ് ടെമ്പറേച്ചറും, ആ ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ എത്ര ജ്യൂസ് സെയിൽ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ, ആവറേജ് ടെമ്പറേച്ചർ വന്ന് 65 ഡിഗ്രിയാണ്, അങ്ങനെയാണെങ്കിൽ എത്ര ജ്യൂസ് അവിടെ സെയിൽ ആകും? ഓക്കെ, അപ്പോൾ 65 എന്നുള്ളത് ഇപ്പൊ ഇതിനകത്തൊന്നും വന്നിട്ടില്ല, വരാത്തൊരു ഡാറ്റയാണ്. അപ്പൊ ഇങ്ങനൊരു ടെമ്പറേച്ചറിൽ, ഈ ഒരു കണ്ടീഷനിൽ എത്ര ജ്യൂസ് സെയിൽ ആകും? ഇതാണ് നമുക്ക് ഗസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഗസ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു കൗണ്ടാണ്.
35, 40, 45 അല്ലെങ്കിൽ അത്രയും ജ്യൂസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഡാറ്റ സെറ്റിനകത്ത് ഈ പറഞ്ഞ കൗണ്ടും കൂടെ ഉണ്ട്. ആവറേജ് ടെമ്പറേച്ചർ 25 ആയ സമയത്ത് ഒരു 90 ജ്യൂസ് സെയിലായി. ആവറേജ് ടെമ്പറേച്ചർ 30 ആയപ്പോൾ 95 ജ്യൂസ് സെയിലായി. ആവറേജ് ടെമ്പറേച്ചർ 20 ആയപ്പോൾ 40 ജ്യൂസ് സെയിലായി. വേറൊരു ദിവസം ആവറേജ് ടെമ്പറേച്ചർ 20 ആയപ്പോൾ 30 ജ്യൂസ് സെയിലായിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് ഡാറ്റ. ഇത് കുറെ ഉണ്ടാവും. അപ്പൊ എത്രമാത്രം ഡാറ്റ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം ആക്യുറേറ്റ് ആയിട്ട് ഈ മെഷീൻ ലേൺ ചെയ്യും. ഓക്കെ, അപ്പൊ അതില് ഈ ഡാറ്റ സെറ്റാണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ഈ പ്രോഗ്രാമിലേക്ക്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു മെഷീൻ ലേണിംഗ് ആൽഗോരിതം ആയിരിക്കും. മെഷീൻ ലേണിംഗ് ആൽഗോരിതത്തിന്റെ ഇംപ്ലിമെന്റേഷൻ ആയിരിക്കും. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു മെഷീൻ ലേണിംഗ് ആൽഗോരിതത്തിന്റെ ഇംപ്ലിമെന്റേഷൻ ആയിരിക്കും. ഇനി ഇത് തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വേറൊരു പ്രോഗ്രാം ആയിരിക്കും. ആ പ്രോഗ്രാമിൽ നമ്മൾ മെഷീൻ ലേണിംഗ് മോഡൽ എന്ന് വിളിക്കും. മോഡൽ. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം ഈ ഡാറ്റയും ഔട്ട്പുട്ടും കൂടെ അല്ലെങ്കിൽ ഈ ഡാറ്റ സെറ്റ് എടുക്കും. ആ ഡാറ്റ സെറ്റ് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വേറൊരു പ്രോഗ്രാം ആയിരിക്കും. ദാറ്റ് ഈസ് ദ മെഷീൻ ലേണിംഗ് മോഡൽ. ഓക്കെ, ഈ മോഡലിന് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റൂ, ഗസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ മനുഷ്യനെ പോലെ ഒരു ജനറൽ ഇന്റലിജൻസ് അല്ല. ഓക്കെ, ഇനി ഈ മോഡൽ നമ്മൾ യൂസ് ചെയ്യും അല്ലെങ്കിൽ റൺ ചെയ്യും. അതിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ന്യൂ ഡാറ്റ ആയിരിക്കും. അതായത് നമുക്ക് വേണ്ടത് ഇതാണ്: 65 ഡിഗ്രി സെന്റിഗ്രേഡ് ടെമ്പറേച്ചർ ആണെങ്കിൽ എത്ര ജ്യൂസ് സെയിലാവും അല്ലെങ്കിൽ എത്ര ജ്യൂസ് ഉണ്ടാക്കണം. ഓക്കെ, ഈ മോഡലിലേക്ക് നമ്മൾ ന്യൂ ഡാറ്റ ഈ 65 നമ്മൾ പാസ് ചെയ്യും. അപ്പം ഈ ഡാറ്റ വെച്ചിട്ട് മെഷീൻ കുറെ കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ മെഷീന് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും, എത്ര ജ്യൂസ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ. വേറൊരു കേസ് ആണെങ്കിൽ യെസ് ഓർ നോ ആയിരിക്കും ആൻസർ. അല്ലെങ്കിൽ വേറൊരു കേസ് ആണെങ്കിൽ ഒരു പിക്ചർ ആണ് കൊടുക്കുന്നതെങ്കിൽ, ഇൻപുട്ട് എന്നുള്ള ഒരു പിക്ചർ ആണ് കൊടുക്കുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ സേ ദിസ് ഈസ് കാറ്റ് അല്ലെങ്കിൽ അത് ടൈഗർ. ഓക്കെ, ഈ രീതിയിലൊക്കെ ഔട്ട്പുട്ട് ആവാം. അപ്പോൾ ഏത് ഡാറ്റ വെച്ചിട്ടാണോ നമ്മൾ ആ മെഷീനെ ട്രെയിൻ ചെയ്യുന്നത് ആ ഒരു സ്പെസിഫിക് പ്രോബ്ലം ആൻസർ ചെയ്യാൻ നമുക്ക് ആ മെഷീൻ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ മോഡൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു മെഷീൻ ലേണിംഗും ട്രഡീഷണൽ പ്രോഗ്രാമിംഗും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ഈ സെറ്റ് ഓഫ് റൂൾസ് എഴുതുന്നത് ചില കേസുകളിൽ പ്രായോഗികമല്ല. ആ ഒരു കേസിൽ വി ഹാവ് ടു ഗോ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇനി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് ഒരു മെഷീനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇന്റലിജൻസ്, അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഈ മെത്തേഡുകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് മെഷീൻ ലേണിംഗ് എന്നൊരു പ്രോസസ് വഴിയാണ് നമ്മൾ ഒരു മെഷീന് ഇന്റലിജൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു മെഷീനിൽ ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ മെഷീൻ ലേണിംഗ് 2 സ്റ്റേജായിട്ടാണ് നടക്കുന്നത്. ഒന്ന് ട്രെയിനിങ് ഫേസ്. ഈ ട്രെയിനിങ് ഫേസിൽ നമ്മൾ ഈ ഡാറ്റ സെറ്റ് കൊടുക്കും, അതിൽ ഡാറ്റ ഉണ്ടാവും, ഔട്ട്പുട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഡാറ്റ സെറ്റിന്റെ വലുപ്പം എന്തുമാത്രം കൂടുന്നു അത്രമാത്രം ആക്യുറേറ്റ് ആയിട്ട് ഈ മെഷീൻ ട്രെയിൻ ചെയ്യപ്പെടും. അതിനുശേഷം ഈ കിട്ടുന്ന മെഷീൻ ലേണിംഗ് മോഡൽ നമ്മൾ യൂസ് ചെയ്യും. അതിനകത്തേക്ക് നമ്മൾ പുതിയ ഡാറ്റ കൊടുക്കും. അപ്പോൾ ഈ ലേൺഡ് ഇന്റലിജൻസ് അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് അത് ഒരു ഔട്ട്പുട്ട് ഗസ് ചെയ്യും. നൗ ദിസ് മെഷീൻ ഹാസ് ഗസ്സിംഗ് പവർ.